നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സംയോജിത ശിശു വികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആധാർവാടി. സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആധാർവാടി. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969. 1969 ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ചത്. സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം 2016. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം 2016. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ഏക മലയാളി സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ഏക മലയാളി. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? പാക് കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖം കണ്ട്ല തുറമുഖമാണ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റായിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റായിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. മുഗൾ രാജവംശ സ്ഥാപകൻ ബാബർ. മുഗൾ രാജവംശ സ്ഥാപകൻ ആരായിരുന്നു? ബാബർ ആണ് മുഗൾ രാജവംശ സ്ഥാപകൻ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാട്. വയനാടാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽമാൻ ആണ് APJ അബ്ദുൽ കലാം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ്? മഹാനദി. ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ്. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആര്? LK അദ്വാനി. LK അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത്. മൈ കൺട്രി മൈ ലൈഫ് LK അദ്വാനി. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. 1526 ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ചത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ.
ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ള പുസ്തകമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇതാരുടെ വാക്കുകളാണ്? വീരേശലിംഗം. വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞൊരാളെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. ലോക വനിതാ ദിനം മാർച്ച് 8. മാർച്ച് 8-നാണ് ലോക വനിതാ ദിനം. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു 2020 ഒളിമ്പിക്സ് വേദി. PSLV-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് എന്ന്? 2017 ഫെബ്രുവരി 15. 2017 ഫെബ്രുവരി 15-നാണ് PSLV-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏതു രാജ്യത്തിന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? US. യുഎസിന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്. ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ വനിത? കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ വനിത. ഫാസിസത്തിന്റെ വക്താവ്? മുസോളിനി. മുസോളിനിയാണ് ഫാസിസത്തിന്റെ വക്താവ്. ISRO സ്ഥാപിതമായത് എന്ന്? 1969. 1969-ലാണ് ISRO സ്ഥാപിതമായത്. റിയാൽ ഏതു രാജ്യത്തെ കറൻസിയാണ്? ഇറാൻ. ഇറാനിലെ കറൻസിയാണ് റിയാൽ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി? ഡച്ച്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഡച്ച്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം? ഭാരതരത്നം. ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം. ബംഗാൾ വിഭജനം നടത്തിയത്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന്? 1920. 1920-ലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം? കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളിലാണ് ജനവാസം ഉള്ളതെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 ദ്വീപുകളിലാണ് ലക്ഷദ്വീപില് ജനവാസമുള്ളത്. ബൊക്കോറോ ഇരുമ്പുരുക്ക് ശാല ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ബൊക്കോറോ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്?
സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? മുംബൈ. മുംബൈയാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് 1972. 1972 പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ചെങ്കോട്ട. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയാണ്. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ? മോഹൻലാൽ. മോഹൻലാലിന് 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുകയുണ്ടായി. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം? ഗുസ്തി. ഗുസ്തിയാണ് സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം. നമ്മളിന്ന് ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ചെയ്യണം. നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ വരാം. താങ്ക് യു.